ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഫിസിക്സ് എക്സാമിങ് എത്തിയിരിക്കുവാണ്. എന്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലെൻസസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്നുള്ള ഇമേജ് ഫോർമേഷൻ ആണ്. എത്ര തന്നെ പഠിച്ചാലും പിന്നെയും മറന്നു പോകുന്നു. കൃത്യമായിട്ട് വരയ്ക്കാൻ കിട്ടുന്നില്ല. വരച്ച് ഇമേജ് ലഭിച്ചാലും അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് എഴുതുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അങ്ങനെ ഒട്ടേറെ സംശയങ്ങളും കൺഫ്യൂഷൻസുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. അതൊക്കെ നമുക്ക് തീർക്കണ്ടടാ മക്കളെ, തീർച്ചയായും നമുക്ക് തീർക്കണം. എല്ലാ ഇമേജ് ഫോർമേഷനും കോൺവെക്സിന്റെയും കോൺകേവിന്റെയും കംപ്ലീറ്റ് ഇമേജ് ഫോർമേഷൻ നമ്മൾ എന്താക്കാൻ പോവുകയാണ്, സെറ്റ് ആക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. കാരണം നമ്മുടെ ഓണപ്പരീക്ഷയിൽ ഒരു 6 മാർക്കിന് ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് ഇമേജ് ഫോർമേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ന്യൂമറിക്കൽസ് ഉൾപ്പെടുത്തിയല്ല പറയുന്നത്. ജസ്റ്റ് ചിത്രം വരയ്ക്കാൻ തന്നെ ഒരു 6 മാർക്ക്, അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ തന്നെ എന്തായാലും പരീക്ഷയിൽ ചോദിച്ചിരിക്കും. സോ കൃത്യമായി പഠിക്കേണ്ടതാണ്. ഓണപ്പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ലേറ്റ് ആക്കുന്നില്ല, മുന്നോട്ട് പോകുന്നു മക്കളെ. വളാം. കോൺവെക്സിന്റെയും കോൺകേവിന്റെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനു മുൻപ് കുറച്ച് ബേസ് കാര്യങ്ങൾ നമുക്ക് സ്ട്രോങ് ആക്കണം. 2 തരത്തിലുള്ള ഇമേജുകളാണുള്ളത്, 2 തരത്തിലുള്ള പ്രതിബിംബങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഇറക്റ്റ്, ഇങ്ങനെ നിവർന്നു നിൽക്കുന്നവന്മാരാണ് ഇറക്റ്റ് ഇമേജസ് എന്ന് പറയുക. തലകീഴായി നിൽക്കുന്നവന്മാരെ വിളിക്കുന്ന പേര് ഇൻവേർട്ടഡ് ഇമേജസ് എന്നാണ്. സോ 2 തരത്തിലുള്ള പ്രതിബിംബങ്ങളാണുള്ളത്. നിവർന്നു നിൽക്കുന്നവൻ ഇറക്റ്റ് ആണ്, തലകീഴായി നിൽക്കുന്നവൻ ഇൻവേർട്ടഡ് ആണ്. മനസ്സിലാക്കുക. അടുത്തത് റിയൽ ഇമേജുകൾ, യഥാർത്ഥ പ്രതിബിംബങ്ങൾ. എന്താണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഇമേജിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. ഒരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിന്റെ ഇമേജ് ആ സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്തരം ഇമേജിനെയാണെന്ന് പറയുക റിയൽ ഇമേജുകൾ അഥവാ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുക. ദ ഇമേജ് വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ ഈസ് നോൺ ആസ് റിയൽ ഇമേജസ്. ഫൈൻ. അടുത്തത് റിയൽ ഇമേജുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? എല്ലാവരും മനസ്സിലാക്കുക, ഇവന്മാരെല്ലാവരും തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. മറന്നുപോലെ, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും. അടുത്തത് നെക്സ്റ്റ് വൺ ആണ് വെർച്വൽ ഇമേജസ്, മിഥ്യാപ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത, സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കാത്ത ഇമേജുകളെയാണെന്ന് പറയുക വെർച്വൽ ഇമേജുകൾ എന്ന് പറയുക. ഇവന്മാർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇവന്മാര് നിവർന്നതായിരിക്കും. വെർച്വൽ ഇമേജുകളെല്ലാം നിവർന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കുക. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നവന്മാരെ റിയൽ ഇമേജസ് എന്നാണ് പറയുക. അവന്മാര് തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കാത്ത ഇമേജുകളെ എന്താണ് പറയുക? വെർച്വൽ ഇമേജസ് അഥവാ മിഥ്യാപ്രതിബിംബങ്ങൾ എന്നാണ് പറയുക. അവന്മാരെല്ലാവരും നിവർന്നതായിരിക്കും. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. മുന്നോട്ട് പോവാം. യെസ് ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ ആദ്യം വിശദമായി തന്നെ പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട പ്രതിബിംബ രൂപീകരണമാണ് കേട്ടോ. നേരിട്ട് ഓരോ പൊസിഷൻസ് പഠിക്കുന്നതിന് മുൻപായിട്ട് അതിന്റെ ബേസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് അതിന് മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടേ കാര്യമില്ല, അല്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് പാളിസായി താഴ്ക്കും. റൈറ്റ്. സോ നമുക്ക് ബേസ് ഒന്ന് സ്ട്രോങ് ആക്കി പതിയെ മുന്നോട്ട് പോവാം. സോ ഒന്നാമത്തെ കേസ് എല്ലാവരും ശ്രദ്ധിക്കട, കേസ് 1. എല്ലാവരും അറിയേണ്ടതാണ് ഈ കേസ് 1 എന്ന് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. അറിയാം, O ആണ് ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രം എന്ന് പറയുക. ഇത് ഒപ്റ്റിക് ആക്സിസ് ആണ്, പ്രകാശിക അക്ഷം എന്ന് പറയാം. ഇത് ഫോക്കസ് ആണ്, എല്ലാവർക്കും അറിയാം. 2F. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങളാണ്. ഈ പറയുന്ന ഒപ്റ്റിക് ആക്സിസിന് പാരലലി ആണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ, അതായത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ഒരു പ്രകാശരശ്മി വരുന്നതെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും മക്കളെ കടന്നു പോവുക? എല്ലാവരും അറിയണം, അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അവൻ എങ്ങനെയാണ് മക്കളെ കടന്നു പോവുക? അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അതെന്റെ മക്കൾ എല്ലാവരും പഠിച്ചു വെച്ചോ, എന്റെ മക്കൾ എല്ലാവരും അറിഞ്ഞു വെച്ചോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവൻ കടന്നു പോകുന്നത് ഇതുപോലെ ഫോക്കസിലൂടെ ആയിരിക്കും. സോ പാരലലി വരുന്ന പ്രകാശരശ്മി കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ് എന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ കേസ്. പാരലലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും, സമാന്തരമായി വന്നാൽ ഫോക്കസിലൂടെ ആയിരിക്കും അവൻ കടന്നു പോവുക. ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് നോക്കിയാലോ? രണ്ടാമത്തെ കേസ് വളരെ ലളിതമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അവൻ കടന്നു വരുന്നത് നേരെ ഫോക്കസിലൂടെയാണെന്ന് വിചാരിക്കുക. അവൻ കടന്നു വരുന്നത് എങ്ങനെയാണ് മക്കളെ? ഫോക്കസിലൂടെയാണ് കടന്നു, പാരലൽ അല്ല. അവൻ കടന്നു വരുന്നതേ ഫോക്കസിലൂടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവന്റെ പാത എങ്ങനെയായിരിക്കും? ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ അവന്റെ പാത എങ്ങനെയായിരിക്കും? ഒരു സംശയവും വേണ്ട. അവൻ എങ്ങനെയായിരിക്കും പോവുക? അവൻ ഇങ്ങനെ സമാന്തരമായിട്ടായിരിക്കും പോവുക.
പാരലൽ ആയിട്ടായിരിക്കും അവൻ പോവുക. സോ ഫോക്കസിലൂടെ വന്നാൽ അവൻ കടന്നു പോകുന്നത് പാരലൽ ആയിട്ടായിരിക്കും, പാരലലി വന്നാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ. നേരെ ഉൾട്ട. ലൈക്ക് കാര്യം മനസ്സിലായില്ലേ? ഫോക്കസിലൂടെ വന്നാൽ പാരലലി ആയിരിക്കും പോവുക. അടുത്ത തേർഡ് കേസ്, ഇത് സെക്കൻഡ് കേസ് ആണ്, ഒരെണ്ണം കൂടിയുണ്ട്, അവനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ഈ മൂന്നാമത്തെ കേസിലാണ്. ശ്രദ്ധിക്കണം. തേർഡ് കേസ് പ്രകാരം നമ്മുടെ പ്രകാശരശ്മി നേരെ വരുന്നത് ഒപ്റ്റിക് സെന്ററിലോട്ടാണ്, പ്രകാശിക കേന്ദ്രത്തിലോട്ടാണ് നമ്മുടെ പ്രകാശരശ്മി വരുന്നതെങ്കിൽ അവന്റെ പാതിയിൽ എന്തു മാറ്റമാണ് മക്കളെ സംഭവിക്കുക? ഒരു മാറ്റവും സംഭവിക്കില്ല. അവൻ അതേ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ കടന്നു പോകും, ഒരു മാറ്റവും ഇല്ലാതെ. ഇതാ പോയി പോട്ടെ സോണിയ, പോന്നോട്ടെ, പോയി. അവൻ ഒരു മാറ്റവും ഇല്ലാതെ അതേ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ കടന്നുപോയി. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ല, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? പക്കാ ക്ലിയർ. ഇതാണ് 3 ബേസുകൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സ്ട്രോങ് ആക്കുക. പാരലൽ ആണെങ്കിൽ ഫോക്കസ്, ഫോക്കസ് ആണെങ്കിൽ പാരലൽ, ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ ഒരു മാറ്റവും ഇല്ല, ആ വഴിയെ തന്നെ പോകും. ക്ലിയർ. ഇനി നമുക്ക് ഓരോ കേസുകൾ കൃത്യമായി പഠിക്കാം, അഥവാ ബേസിനപ്പുറം ഓരോ പൊസിഷൻസ് ഓറിയന്റഡ് ആയ റേ ഡയഗ്രാംസ് നമുക്ക് പഠിക്കാം. സോ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിലോട്ട് കിടക്കുന്ന മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പ്രോപ്പർട്ടീസ് ഇനി മനഃപാഠം പഠിക്കേണ്ട, അതിന് അണ്ണൻ പറഞ്ഞു തരുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയ ക്ലൂ ആണിത്. പ്രോപ്പർട്ടീസ് മഗ്ഗപ്പ് ചെയ്യേണ്ട ഒരാവശ്യവും വേണ്ട കേട്ടോ. ശ്രദ്ധിക്കണം. നമ്മുടെ ഇമേജ്, എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മുടെ ഇമേജ് ഉണ്ടാവുന്നത് റൈറ്റ് സൈഡ് ആണെന്ന് വിചാരിക്കുക. വലതുവശത്താണ് നമ്മുടെ പ്രതിബിംബം ഉണ്ടാവുന്നത് വിചാരിക്കുക. വലതുവശത്താണ് പ്രതിബിംബം ഉണ്ടാവുന്നതെങ്കിൽ, റൈറ്റ് സൈഡ് ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, അതെപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും. അതെപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും, അഥവാ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, നോക്കണ. റൈറ്റ്, റിയൽ, രണ്ടിലും ഒരു 6 ഉണ്ട്. റൈറ്റ് സൈഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അടുത്തൊരു കാര്യം നമുക്കറിയാം, റിയൽ ഇമേജുകളെല്ലാം എങ്ങനെയുള്ളവയാണ്? നിവർന്നതാണോ തലകീഴായിട്ടുള്ളവന്മാരാണോ? പഠിച്ചതല്ലേ. റിയൽ ഇമേജുകളെല്ലാം എങ്ങനെയുള്ളതാണ് മക്കളെ? നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അവയെല്ലാം ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടുള്ളവന്മാരാണ്. സോ വലതുഭാഗത്താണെങ്കിൽ, റൈറ്റ് സൈഡ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്, യഥാർത്ഥമായ പ്രതിബിംബമാണ്, തലകീഴായിട്ടുള്ളവനായിരിക്കും. അടുത്ത ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിലോ, ഇടതുവശത്താണെങ്കിലോ, എന്റെ മക്കൾ പറയടാ, ഇടതുവശത്താണെങ്കിലോ പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അത് ഉറപ്പായും വെർച്വൽ ഇമേജ് ആയിരിക്കും, മിഥ്യാപ്രതിബിംബമായിരിക്കും. പഠിച്ചു വെക്കുക. ഈ വെർച്വൽ ഇമേജ് എങ്ങനെയുള്ളതാണ്? അതും നിങ്ങൾ തിരിച്ചറിയണം. വെർച്വൽ ഇമേജുകളെല്ലാം നിവർന്നതായിരിക്കും, വെർച്വൽ ഇമേജുകളെല്ലാം നിവർന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇത് കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇതറിഞ്ഞാൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് നിസ്സാരമായി പറയാൻ പറ്റും. ഇതറിയാതെ പ്രോപ്പർട്ടീസ് പഠിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ്, എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. വസ്തു ഉള്ളത് അനന്തതയിലാണ്, അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള വസ്തുവാണെന്ന് വിചാരിക്കുക, വളരെ അകലെയുള്ള വസ്തുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള പ്രകാശരശ്മികൾ എങ്ങനെയാണ് മക്കളെ വരിക? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മുടെ ലൈറ്റ് റേസ് എല്ലാം വരുന്നത് ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. പ്രകാശ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും പ്രകാശരശ്മികൾ വരിക. നമുക്ക് വരച്ചാലോ. ഇതാ പാരലലി വരുന്ന ലൈറ്റ് റേസ്, സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ. കാണുന്നുണ്ടോടാ? എല്ലാവർക്കും കാണുന്നില്ലേ? സെറ്റല്ലേ? റൈറ്റ്. ഈ ലൈറ്റ് റേസ് എല്ലാം വരുന്നത് എങ്ങനെയാണ്? ഇവന്മാരെല്ലാവരും വരുന്നത് പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് ഈ ലൈറ്റ് റേസ് എല്ലാം വരുന്നത്. ഫൈൻ, എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? ഞാനൊരു ആരോ മാർക്ക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ആരോ മാർക്ക് കൂടി ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കാം. ഓക്കെ, ഇനി എന്റെ മക്കൾ ഓരോരുത്തരായിട്ട് ഒന്ന് ആലോചിച്ച് പറയടാ. പാരലലി വരുന്ന ലൈറ്റ് റേ ഏതിലൂടെയാണ് കടന്നു പോവുക? പാരലലി വരുന്ന ലൈറ്റ് റേ, കോൺവെക്സ് ലെൻസിന് പാരലലി വരുന്ന ലൈറ്റ് റേ ഏതിലൂടെയാണ് മക്കളെ കടന്നു പോവുക? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട, അവൻ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. പഠിച്ചതല്ലേ? പാരലലി വന്നാൽ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക എന്ന കാര്യം പഠിച്ചതല്ലടാ മക്കളെ? തീർച്ചയായും പഠിച്ചതാണ്. എങ്കിൽ വാടാ, നമുക്ക് അവനെ ഫോക്കസിലൂടെ കടത്തിവിടാം. ഇതാ പോട്ടെ, പോട്ടെ സോണിയ, പോയി. അടുത്ത ആള് ഫോക്കസിലൂടെ പോട്ടെ, ഇതാ പോയി. നെക്സ്റ്റ് വൺ ഫോക്കസിലൂടെ പോട്ടെ, അവനും പോയി. അടുത്ത ആള്, അവനും ഫോക്കസിലൂടെ പോട്ടെ, അവനും ഫോക്കസിലൂടെ ഇതാ പോയി. അപ്പൊ എല്ലാവരും ഇതിലൂടെ കടന്നുപോയി, ഫോക്കസിലൂടെ കടന്നുപോയി. അഥവാ പാരലലി വരുമ്പോ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക എന്ന കാര്യം നമുക്കറിയാം. സിമിലർ വേ അവൻ ഫോക്കസിലൂടെ തന്നെയാണ് കടന്നുപോയത്.
ഈ പ്രകാശരശ്മികളെല്ലാം കൂട്ടിമുട്ടുന്നത് എവിടെയാണ് മക്കളെ? ഈ പോയിന്റിലാണ് എല്ലാം കൂട്ടിമുട്ടുന്നത്, ശരിയല്ലേ? ഈ പോയിന്റിലാണ് പ്രകാശരശ്മികളെല്ലാം കൂട്ടിമുട്ടുന്നത്. അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, അവിടെയാണ് നമ്മുടെ പ്രതിബിംബ രൂപീകരണം നടക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് പറ. ഈ പോയിന്റ് ഉള്ളത് ഏത് സൈഡാണ്? ഒരു സംശയവും വേണ്ട, പോയിന്റ് ഉള്ളത് റൈറ്റ് സൈഡാണ്, വലതുവശത്താണ്, ശരിയല്ലേ? റൈറ്റ് സൈഡ് ആണ്, വലതുവശത്താണ്. അഥവാ ഇമേജ് ഫോം ചെയ്യുന്നത് വലതുവശത്ത് തന്നെ ആയിരിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മക്കളെ നിങ്ങൾ പറയടാ, റൈറ്റ് സൈഡ് ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ്? വലതുവശത്തുണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തൊക്കെയാണ് മക്കളെ? ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അത് റിയൽ ഇമേജ് ആണ്, അത് ഇൻവേർട്ടഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാലോ. അത് യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. വലതുഭാഗത്താണെങ്കിൽ അത് റിയൽ ആണ്, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്, യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇല്ല, അത്രയേ ഉള്ളൂ, ഇതന്നെ പരിപാടി കഴിഞ്ഞടാ. സോ അതിന്റെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയ ഒരു ഇമേജ് ഫോർമേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. സിമിലർലി അടുത്തത് അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇമേജ് വളരെ ചെറുതാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്, വളരെ ചെറുതാണ്. അത് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ചെറുതാണ്, യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാതെ പറയാൻ പറ്റില്ലേ? അത് ഉണ്ടാവുന്നത് എവിടെയാണ്? ഫോക്കസിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആ ഇമേജ് വളരെ ചെറിയ ഇമേജ് ആണ്, പ്രതിബിംബം തീർത്തും ചെറുതാണ്. അത് വലതുഭാഗത്തായതുകൊണ്ട് റിയൽ ആണ്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടുള്ളവനാണ്. ഫൈൻ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത ഇമേജ് ഫോർമേഷനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കടാ. ഇവിടെ നമ്മുടെ വസ്തു വെച്ചിരിക്കുന്ന എവിടെയാണ്? 2F പുറകിലാണ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 2F പുറകിലാണ്. വസ്തു 2F പുറകിലാണെങ്കിൽ അതിന്റെ പ്രതിബിംബം എവിടെയാണ് ഉണ്ടാവുക? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? നിസ്സാരമാണ്, വാടാ മക്കളെ. സോ ഒന്നാമത്തെ പ്രകാശരശ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പാരലലിൽ കടന്നു പോകുന്നു, സമാന്തരമായിട്ട് പോകുന്നു. അവൻ ഏതിലൂടെയാണ് പിന്നീട് പോവുക? റിഫ്രാക്ഷന് ശേഷം, അപവർത്തനത്തിന് ശേഷം അവൻ ഏതിലൂടെയാണ് കടന്നു പോവുക? പാരലലി പോയവൻ കടന്നു പോകുന്നത് ഉറപ്പായും ഫോക്കസിലൂടെയാണ്, ഒരു തർക്കമില്ല അല്ലേ? പോയി യെസ്, ഫോക്കസിലൂടെ പോയി. അടുത്ത ആളെ പിടിക്കാം. ഒന്നാമത്തെ റേയുടെ പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ റേ അവൻ ഉറപ്പായും ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. അവൻ ഉറപ്പായും ഏതിലൂടെ കടന്നു പോവുക? ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോകുക. ഒപ്റ്റിക് സെന്ററിലോട്ട് വന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് ഒരു തരത്തിലുള്ള വ്യതിയാനവും സംഭവിക്കില്ല. അതേ പാതയിൽ അവൻ അങ്ങനെ പോവും, ശരിയല്ലടാ മക്കളെ? അതേ പാതയിൽ അവൻ എന്ത് ചെയ്യും? അവൻ അങ്ങനെ പോവും, റൈറ്റ്? സോ അവൻ ഇങ്ങനെ പോയി. ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ് മക്കളെ? ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പോയിന്റ് ആണ്. സോ ആ പോയിന്റിലാണ് നമ്മുടെ എന്തുണ്ടാവുക? പ്രതിബിംബ രൂപീകരണം സംഭവിക്കുക. ഈ പോയിന്റിലാണ് എന്തുണ്ടാവുക? നമ്മുടെ പ്രതിബിംബ രൂപീകരണം സംഭവിക്കുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ഇത് വലതുഭാഗത്തല്ലേ? എല്ലാവരും ശ്രദ്ധിക്കടാ, ഇത് റൈറ്റ് സൈഡിലല്ലേ? റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഇമേജുകളെല്ലാം റിയലും ഇൻവേർട്ടഡും ആണെന്ന് അറിയാലോ. റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഇമേജുകളെല്ലാം റിയലും ഇൻവേർട്ടഡും ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വലതുഭാഗത്താണെങ്കിൽ യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. നമുക്ക് അത്തരം ഒരു പ്രതിബിംബത്തിനെ വരച്ചാലോ? വാടാതെ പിടിച്ചോ. യെസ്, നമുക്ക് അത്തരം ഒരു പ്രതിബിംബത്തിനെ വരയ്ക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചു അല്ലേ? റൈറ്റ്, റെഡി അല്ലേ മക്കളെ? സോ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് പറ, പതിയെ പറ, കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇമേജ് ഉണ്ടായിരിക്കുന്നത് F-നും 2F-നും ഇടയിലാണ്. റൈറ്റ് സൈഡ് ആണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. വലതുഭാഗത്താണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വലുപ്പമാണുള്ളത്, സ്മോൾ ഇമേജ് ആണ്. മലയാളത്തിൽ ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. സോ F-നും 2F-നും ഇടയിലാണ് പ്രതിബിംബ രൂപീകരണം നടന്നിരിക്കുന്നത്. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. വസ്തുവിന്റെ വലുപ്പത്തിനേക്കാളും ചെറിയ ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നത്, ചെറുതാണ്, സ്മോൾ ഇമേജ് ആണ്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതോ ഈസിയായി സെൽഫായിട്ട് വരയ്ക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ വന്നില്ലേ? യെസ്, അതിന്റെ ഒരു സ്റ്റാൻഡേർഡായി ഇമേജ് ഫോർമേഷൻ നൽകിയിട്ടുണ്ട്. ഇമേജിന്റെ പ്രോപ്പർട്ടീസ് റിയൽ ആണ്, 2F-നും F-നും ഇടയിലാണ്, സ്മോളും ഇൻവേർട്ടഡുമാണ്. ക്ലിയർ അല്ലേ? യഥാർത്ഥം, ചെറുത്, തലകീഴായിട്ടുള്ളത്. സെറ്റ്, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്തതിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഇമേജ് ഫോർമേഷൻ ആണിത്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു പ്രതിബിംബ രൂപീകരണമാണിത്. വെരി 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 ഇമ്പോർട്ടന്റ്. പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണ് പറയുന്നത്? വസ്തു വെച്ചിരിക്കുന്നത് 2F-ലാണ്. വസ്തു എവിടെയാണ് മക്കളെ വെച്ചിരിക്കുന്നത്? വസ്തു വെച്ചിരിക്കുന്നത് 2F-ലാണ്. വസ്തു 2F-ലാണെങ്കിൽ അതിന്റെ ഇമേജ് എവിടെയാണ്? നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാമെന്ന കാര്യം എനിക്ക് ഉറപ്പാണെങ്കിലും നമുക്ക് വരയ്ക്കാം. ഒന്നാമത്തെ പ്രകാശരശ്മി ഇതാ പോയി. അവൻ പോയത് പാരലലാണ്.
പാരലലി പോകുന്ന ലൈറ്റ് റേ ഏതിലൂടെയാണ് മക്കളെ കടന്നു പോവുക? എല്ലാവർക്കും അറിയാം, സമാന്തരമായി പോയ പ്രകാശരശ്മി ഉറപ്പായും ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. അതാ പോയി, ഫോക്കസിലൂടെ അവൻ കടന്നുപോയി. പോട്ടെ. അടുത്ത് രണ്ടാമത്തെ ലൈറ്റ് റേ. എല്ലാവർക്കും അറിയുന്ന പോലെ സെക്കൻഡ് ലൈറ്റ് റേ എങ്ങനെയാണ് മക്കളെ വരിക? രണ്ടാമത്തെ ലൈറ്റ് റേ വരുന്നത്, ഒരു സെക്കൻഡടാ, ഇതൊന്ന് വളഞ്ഞിട്ടുണ്ട്, ഒന്ന് നേരെ ആക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഒപ്റ്റിക് സെന്ററിലോട്ടാണ് വരിക അല്ലെ, ഒരു തർക്കമില്ലാലോ. ഒപ്റ്റിക് സെന്ററിലോട്ടാണ് രണ്ടാമത്തെ പ്രകാശരശ്മി വരിക. അവനിൽ ഒരു മാറ്റമില്ലാതെ ആ പാതയിൽ അവൻ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. റൈറ്റ്, യെസ്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന അവിടെ നമ്മുടെ ഇമേജ് ഫോം ചെയ്യും. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന അവിടെ നമുക്ക് പ്രതിബിംബം വരച്ചാലോ? രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ പോയിന്റിലാണ് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആണ്, വലതുവശത്താണ്. വലതുവശത്താണെങ്കിൽ ഇമേജ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഒരു സംശയമില്ല. അത് ആദ്യം തന്നെ ഉറപ്പിക്കാൻ സാധിക്കും, ശരിയല്ലേ? യെസ്, നമുക്ക് റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് വരയ്ക്കാം. റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് വരയ്ക്കാം. എന്താ പിടിച്ചോ, ഇതാണ് നമ്മുടെ ഇമേജ്. റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇവന് വേണേൽ കുറച്ചുകൂടി കട്ടി കൊടുക്കാം, കാരണം ഒബ്ജക്റ്റിന് കട്ടിയുണ്ട്. അപ്പൊ ആ ഒരു കമ്പാരിസൺ വേണ്ട. റൈറ്റ്, ഓക്കെ, ഇമേജ് വരച്ചു. ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് പറ. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇമേജ് ഉണ്ടായിരിക്കുന്നതും എവിടെയാണ്? 2F തന്നെയാണ്. പ്രതിബിംബം ഉണ്ടായിരിക്കുന്നതും 2F തന്നെയാണ്. ഇമേജിന്റെ ബാക്കിയുള്ള പ്രത്യേകത എന്താണ്? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഒരു റിയൽ ഇമേജ് ആണ്. വലതുഭാഗത്തുണ്ടായതുകൊണ്ട് റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്. നെക്സ്റ്റ് വൺ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി, സെയിം സൈസ്. സെയിം സൈസ്, അതായത് പ്രതിബിംബം ഉണ്ടായിരിക്കുന്ന 2F തന്നെയാണ്. പ്രതിബിംബത്തിന് വസ്തുവിന്റെ അതേ വലുപ്പമാണുള്ളത്. അതുപോലെ തന്നെ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട ഇമേജ് ഫോർമേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡായ ചിത്രം കൂടി ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ, ഇമേജ് ഉണ്ടായിരിക്കുന്ന 2F റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ്. വസ്തുവിന്റെ അതേ വലുപ്പം, തലകീഴായിട്ടുള്ളത് യഥാർത്ഥം 2F. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് സെൽഫായിട്ട് എഴുതാൻ സാധിക്കുമെന്ന ലെവലിലോട്ട് നിങ്ങൾ മാറിയില്ലേ? എങ്കിൽ അടുത്തലോട്ട് കിടന്നാലോ. നെക്സ്റ്റ് വൺ, വസ്തു വെച്ചിരിക്കുന്ന F-നും 2F-നും ഇടയിലാണ്. വസ്തു വെച്ചിരിക്കുന്ന എവിടെയാണ് മക്കളെ? F-നും 2F-നും ഇടയിൽ. ഇപ്പോൾ പഠിച്ച പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. സിമ്പിൾ ആയി തന്നെ വരയ്ക്കാം. നോക്കടാ, ഒന്നാമത്തെ പ്രകാശരശ്മി സമാന്തരമായിട്ട് പോയി. അവൻ ഏതിലൂടെയാണ് കടന്നു പോവുക? സമാന്തരമായി പോയ പ്രകാശരശ്മി ഏതിലൂടെയാണ് മക്കളെ കടന്നു പോവുക? ഫോക്കസിലൂടെയാണ് കടന്നു പോകുക. പോയി, അവൻ ഇതുപോലെ ഫോക്കസിലൂടെ തന്നെ കടന്നുപോയി, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. രണ്ടാമത്തെ പ്രകാശരശ്മി, ഒന്നാമത്തതിന്റെ പാത ഞാനൊന്ന് കാണിച്ചു തരാവേ. ദിസ് ഈസ് ദ പാത്ത്. രണ്ടാമത്തെ പ്രകാശരശ്മി അവൻ കടന്നു പോകുന്നത് ഏതിലൂടെ ആയിരിക്കും? അവൻ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. ഇതാ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ഓക്കെ, അവൻ കടന്നുപോയത് ഒപ്റ്റിക് സെന്ററിലൂടെയാണ്. രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ് മക്കളെ? രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെയാണ്. സോ അവിടെയാണ് നമ്മുടെ എന്തുണ്ടാവുക? പ്രതിബിംബ രൂപീകരണം നടക്കുക. റൈറ്റ്, സോ നമുക്ക് അവിടെ ഒരു ഇമേജ് വരച്ചാലോടാ. നമുക്ക് അവിടെ ഒരു ഇമേജ് വരയ്ക്കാം. ഹിയർ ഈസ് ദ ഇമേജ്. ഇതാ പിടിച്ചോ, അവിടെ നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടന്നു. ഇതാണ് നമ്മുടെ പ്രതിബിംബം അഥവാ ഇമേജ് എന്ന് പറയുന്നത്. ഇമേജിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക? അത് റൈറ്റ് സൈഡ് ആണ്. വലതുഭാഗത്തുണ്ടായ ഇമേജുകളെല്ലാം റിയൽ ഇമേജ് ആണ്, തർക്കമില്ല. ആദ്യം അത് പറയാലോ. അതൊരു റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, വലുതാണ്, ലാർജ് ഇമേജ് ആണെന്ന് പറയാം. യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ്, വലുതാണ്. അടുത്ത കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, അതുണ്ടായിരിക്കുന്നത് ബിയോണ്ട് 2F ആണ്. 2F പുറകിലാണ് ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത്. 2F പുറകിലാണ്, ബിയോണ്ട് 2F ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. പഠിക്കേണ്ടതാണ്, മനസ്സിരുത്തി നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ശരിയായ ചിത്രം, പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമേജ് 2F പുറകിലാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്, യഥാർത്ഥമാണ്, തലകീഴായതാണ്, വലുതാണ്. അടുത്തതിലോട്ട് കിടക്കുന്നത് നെക്സ്റ്റ് വൺ. 2F നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചാൽ എന്താണ് സംഭവിക്കുക? വസ്തു വയ്ക്കുന്നത് 2F ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിലോട്ട് കിടന്നാലും സിമ്പിൾ ആണ്, ലളിതമാണ്. നോക്കണം, ഒബ്ജക്റ്റ് 2F ആണെങ്കിൽ ഒന്നാമത്തെ പ്രകാശരശ്മി വരുന്നത് പാരലലി, എല്ലാവർക്കും അറിയാം. അങ്ങനെ പാരലലി വന്ന ലൈറ്റ് റേ ഏതിലൂടെയാണ് മക്കളെ കടന്നു പോവുക? സമാന്തരമായി വന്ന പ്രകാശരശ്മി കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്, ഒരു തർക്കമില്ലാലോ. ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. പാരലലി വന്ന ലൈറ്റ് റേ ആണെങ്കിൽ അവൻ ഉറപ്പായും കടന്നു പോവുക. ചെറിയ വളവുണ്ട്, വളവ് നമുക്ക് ശരിയാക്കാം. പാരലലി വന്ന ലൈറ്റ് റേ ആണെങ്കിൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ, പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോവുക. അതാ പോയി, അവൻ ഒരു മാറ്റവും, അവനും ഇങ്ങനെ നേരെ അതേ പാതയിൽ തന്നെ തുറന്നുകൊണ്ടിരുന്നു. റൈറ്റ്, ഈ രണ്ട് പ്രകാശരശ്മികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുമോ എന്ന് പറഞ്ഞാൽ ഒരു സംശയമാണില്ലേ. കാരണം ഇവർ രണ്ടുപേരും പാരലൽ
ലൈറ്റ് റേസ് ആണ്, സമാന്തരമായി പോകുന്ന ലൈറ്റ് റേസ് ആണ്. മാത്സിലൊക്കെ പഠിക്കാറുണ്ട്, പാരലൽ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സമാന്തരമായി പോകുന്ന രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല എന്ന് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, കണക്കിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെയും നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കൂട്ടിമുട്ടിയില്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടക്കൂലോടാ. കൂട്ടിമുട്ടിയാലല്ലേ പ്രതിബിംബ രൂപീകരണം നടക്കുക. പാരലൽ ലൈൻസ് കൂട്ടിമുട്ടില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു, നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യുന്നു? യെസ്, നമ്മൾ സങ്കല്പിക്കുകയാണ് ഈ രണ്ട് ലൈറ്റ് റേസ് അങ്ങ് ഇൻഫിനിറ്റിയിൽ, അങ്ങ് അനന്തതയിൽ ചിലപ്പോൾ കൂട്ടിമുട്ടാം, മേ ബി. സോ അതിനാൽ ആ രീതിയിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. There is a possibility that these two lines may intersect at infinity. So എവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക? അനന്തതയിൽ, ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യാം. ഇമേജിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട, ജസ്റ്റ് ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫോക്കസിൽ വസ്തു വെച്ചാൽ പ്രതിബിംബം ഉണ്ടാവുന്നത് അങ്ങ് അനന്തതയിലാണ്, ഇൻഫിനിറ്റിയിലാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. റൈറ്റ്, അടുത്തലോട്ട് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്തത്, എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ലളിതമായ കാര്യമാണ്, പരീക്ഷകളിൽ ഏറ്റവും ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളതാണ്. ഒബ്ജക്റ്റ് അഥവാ വസ്തു വെച്ചിരിക്കുന്നത് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ്. എഫിനും ഒയ്ക്കും ഇടയിലാണ് നമ്മുടെ വസ്തു വെച്ചിരിക്കുന്നത്. റൈറ്റ്, എങ്കിൽ അതിന് ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ. സിമ്പിൾ ആണ്. ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി വരുന്നു, ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി കടന്നു വരുന്നു. അവൻ ഏതിലൂടെയാണ് മക്കളെ പോവുക? ഉറപ്പായും അവൻ കടന്നു പോകുന്ന ഫോക്കസിലൂടെ ആയിരിക്കും. തമ്മിൽ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലാണ്, അവൻ കടന്നു പോയത് ഫോക്കസിലൂടെയാണ്. പോയിട്ടാ. രണ്ടാമത്തെ ലൈറ്റ് റേ അവൻ വരുന്നത് എങ്ങോട്ടായിരിക്കും? ഒപ്റ്റിക് സെന്ററിലോട്ടായിരിക്കും. സോ അതേ പാതയിലൂടെ വന്നു ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ശ്രദ്ധിക്കടാ, അവന്റെ പാതയ്ക്കും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, അവന്റെ പാതയ്ക്കും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് ലൈറ്റ് റേസ് ഡൈവേർജിങ് ലൈറ്റ് റേസ് ആണ്, അകന്നു പോകുന്ന പ്രകാശരശ്മികളാണ്. ഒരിക്കലും ഒരു പോയിന്റിലോട്ട് കൂട്ടിമുട്ടുന്നവയല്ല. നമ്മൾ പഠിച്ചു, കൂട്ടിമുട്ടുന്നതാണെങ്കിൽ അവിടെ ഇമേജ് ഫോം ചെയ്യും, പാരലൽ ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യും. അകന്നു പോകുന്ന ലൈറ്റ് റേസ് ആണെങ്കിലോ, ഡൈവേർജിങ് ലൈറ്റ് റേസ് ആണെങ്കിലോ എവിടെയാണ് പ്രതിബിംബ രൂപീകരണം ഉണ്ടാവുക? ഇവന്മാര് കൂട്ടിമുട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇവന്മാര് കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇതെന്റെ കണ്ണാന്ന് വിചാരിക്കാം. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുവാണ്, ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ലൈറ്റ് റേസും അതാ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഈ രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ എനിക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു. ലൈക്ക് അങ്ങനെ ശരിക്കും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പ്രകാശരശ്മികളും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നോക്കിക്കേ, ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉള്ളതായിട്ട് എന്ത് ചെയ്യുന്നു? അനുഭവപ്പെടുന്നു, തോന്നുന്നു. സോ അതിനാൽ അതൊരു ഇമാജിനറി പോയിന്റ് ആണ്. സോ ദാറ്റ്സ് വൈ നമുക്ക് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചാണ് ഞാനിത് ഇൻഡിക്കേറ്റ് ചെയ്തത്. സോ അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഈ രണ്ട് ലൈറ്റ് റേസും ഒറിജിനേറ്റ് ചെയ്യുന്നു വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ രണ്ട് ലൈറ്റ് റേസും അവിടെ നിന്ന് ആരംഭിച്ച് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. സോ ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. ദിസ് ഈസ് ദ പോയിന്റ്. മക്കളെ, ഈ പോയിന്റ് ഉള്ളത് എവിടെയാണ്? ഈ പോയിന്റ് ഉള്ളത് ഇടതുഭാഗത്താണ്, ശരിയല്ലേ? ഈ പോയിന്റ് ഉള്ളത് ഇടതുഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് ആണ് പോയിന്റ് എങ്കിൽ, ലെഫ്റ്റ് സൈഡ് ആണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, അത് വെർച്വൽ ഇമേജ് ആണ്, ഈ മിഥ്യാപ്രതിബിംബമാണ്. വെർച്വൽ ഇമേജുകളെല്ലാം നിവർന്നതാണ്, ഇറക്റ്റ് ആണെന്ന് പഠിച്ചില്ലേ? എങ്കിൽ നമുക്ക് ഇറക്റ്റ് ആയ ഒരു ഇമേജ് വരച്ചാലോ? ഇതാ പിടിച്ചോ, ഇറക്റ്റ് ആയ ഒരു ഗംഭീരമായ ഇമേജ് നമ്മൾ വരച്ചിരിക്കുന്നു. റൈറ്റ്, ഇതാണ് നമ്മുടെ ഇമേജ്. പല കുട്ടികളും വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ എഫിനും 2Fനും ഇടയിൽ വെക്കുമ്പോൾ ഇമേജ് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ആണ്. അത് കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പല കുട്ടികളും തെറ്റിദ്ധരിച്ച് വെക്കാം, ഇമേജ് ഉണ്ടാവുന്ന 2Fന് പുറകിലാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഇമേജ് ഓൾവേസ് 2Fന് പുറകിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ വെർച്വൽ ഇമേജ് ചിലപ്പോൾ 2Fൽ ഉണ്ടാവാം, 2Fന്റെ മുന്നിൽ ഉണ്ടാവാം. അത് ഓരോ സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ വസ്തുവിന്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് ഈ പ്രതിബിംബത്തിന്റെ സ്ഥാനം മാറും. പക്ഷെ അതിന്റെ ജനറൽ കോമൺ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അത് വെർച്വൽ ഇമേജ് ആണ്, അത് മിഥ്യാപ്രതിബിംബമാണ്, അത് നിവർന്നതാണ്, അത് ഇറക്റ്റ് ആണ്, അത് ലാർജ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒരിക്കലും അതിന്റെ പൊസിഷനെ പറ്റി നിങ്ങൾ പറയരുത്. അതിന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കാം. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായി മനസ്സിലായില്ലേ? ഇതാണ് എഫിനും ഒയ്ക്കും ഇടയിൽ നമ്മുടെ വസ്തു വയ്ക്കുമ്പോഴുള്ള പ്രതിബിംബ രൂപീകരണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കേണ്ടതാണ്. ശരിയായ ചിത്രം, അതിന്റെ ഫീച്ചേഴ്സ്. വെർച്വൽ ഇമേജ് ആണ്, അത് ഇറക്റ്റ് ആണ്, ലാർജ് ആണ്, മിഥ്യയാണ്, നിവർന്നതാണ്, വലുതാണ്. അടുത്തിലൂടെ അടക്കാം. നെക്സ്റ്റ് വൺ, കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ വളരെ ലളിതമാണ്. അതിലധികം
കേസസ് ഒന്നുമില്ല, 3 ബേസ് കേസുകളുണ്ട് 3 സോ ഒന്നാമത്തതിലോട്ട് കിടക്കുന്നു. ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രകാശരശ്മി പാരലലി വരുന്നു. നമ്മുടെ ലൈറ്റ് എങ്ങനെയാ മക്കളെ വരുന്നത്? പാരലായിട്ട്, സമാന്തരമായിട്ട് നമ്മുടെ പ്രകാശരശ്മി വരുന്നു. നമുക്കറിയാം ഈ കോൺകേവ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ലെൻസ് എന്നാണ്. അതായത് പ്രകാശരശ്മികളെ അകറ്റിവിടുന്ന ലെൻസ് എന്നാണ് ഇവരെ വിളിക്കുന്ന മറ്റൊരു പേര്. റൈറ്റ്, എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇവരെന്തായാലും ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കും, അകത്തിവിടും. റൈറ്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലൈറ്റ് റേ എങ്ങനെയാണ് അകന്നു പോകുന്നത്? വേണമെങ്കിൽ അവൻ ഇങ്ങനെ പോവാം, വേണമെങ്കിൽ അവൻ ഇങ്ങനെ അകന്നു പോവാം, വേണമെങ്കിൽ ഇങ്ങനെ അകന്നു പോവാം, വേണമെങ്കിൽ ഇങ്ങനെ അകന്നു പോവാം, അതും അല്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോവാം. ലൈക്ക് ഡിഫറെന്റ് ആംഗിളുകളിൽ അകന്നു പോവാം. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ഒരു ലോജിക്ക് മനസ്സിലാക്കണം. ഈ ലൈറ്റ് റേ അകന്നു പോകുമ്പോൾ അത് ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണം. അതായത് ഇങ്ങനെ പാരലലി വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ അകന്നു പോകുന്ന സമയത്ത് അത് ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അകന്നു പോകുന്നത് പോലെ തോന്നണം. കാര്യം മനസ്സിലായോ? സോ ഈ ഫോക്കസിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ വേണം നിങ്ങൾ അതിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കാൻ. കാര്യം കൃത്യമായി മനസ്സിലായില്ലേ? വേണമെങ്കിൽ നമുക്കതിനെ ഒരു ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണം, ഞാൻ അവനെ വേണമെങ്കിൽ ഒരു ഡോട്ടർ ലൈൻ ഉപയോഗിച്ച്, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഞാനൊരു ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. ലൈക്ക് കാര്യം മനസ്സിലായോ? അതായത് ഇങ്ങനെയാണ് അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഡൈവേർജ് ചെയ്താൽ പോരാ, അത് ഫോക്കസിൽ നിന്ന് തുടങ്ങുന്നത് പോലെ നിങ്ങൾ വരയ്ക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത കേസ് നമ്പർ 2, രണ്ടാമത്തെ കേസിലോട്ട് കിടക്കുന്നു. വളരെ എളുപ്പമാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ലൈറ്റ് റേ നേരെ വരുന്നു. നേരെ വരുന്നത് നോക്കടാ, എല്ലാവരും ശ്രദ്ധിക്കണേ. അവൻ എന്ത് നോക്കിയിട്ടാ വരുന്നത്? അവൻ വരുന്നത് നേരെ ഫോക്കസ് നോക്കിയിട്ടാ വരുന്നത്. അവൻ വരുന്നത് എങ്ങനെയാണ് മക്കളെ? നേരെ ഫോക്കസ് നോക്കിയിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ അവന്റെ പാത എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം പരീക്ഷകളിൽ ചോദിക്കാം. ഫോക്കസ് നോക്കി വരുന്ന ഒരു പ്രകാശരശ്മിയാണെങ്കിൽ വേണമെങ്കിൽ അവനെ നമുക്ക് നീട്ടി വരച്ച് കാണിച്ചു തരാം. വേണമെങ്കിൽ അവനെ ഞാൻ എന്ത് ചെയ്യാണ്? നീട്ടി വരച്ചൊന്ന് കാണിച്ചു തരാം. ശരിയാണ്, വളഞ്ഞു പോയാൽ നമ്മളതിനെ നിവർത്തും. അതിനല്ലേ മുത്തേ മാമനുള്ളത്. റെഡി? സോ ഫോക്കസ് നോക്കി വരുന്ന ഒരു പ്രകാശരശ്മിയാണ്. പക്ഷെ ഫോക്കസിലോട്ടല്ല വരുന്നത്, ഫോക്കസ് നോക്കി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഫോക്കസ് നോക്കി വരുന്ന ഒരു പ്രകാശരശ്മിയാണെന്ന് വിചാരിക്കുക. അവൻ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ എങ്ങനെയാ പോവുക? അവൻ പോകുന്നത് പാരലൽ ആയിട്ടായിരിക്കും. അവൻ എങ്ങനെയാണ് മക്കളെ കടന്നു പോവുക? അവൻ കടന്നു പോകുന്നത് പാരലൽ ആയിരിക്കും, സമാന്തരമായിട്ടായിരിക്കും അവൻ കടന്നു പോവുക. ക്ലിയർ അല്ലേ? അതായത് പാരലലി വരുന്നവൻ ഫോക്കസിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ ഡൈവേർജ് ചെയ്ത് പോവും. ഫോക്കസ് നോക്കി വരുന്നവൻ പാരലലി ആയിരിക്കും കടന്നു പോവുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കേസുകൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. റൈറ്റ്, സെറ്റിലെ മക്കളെ കൃത്യമായി മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കടന്നാലോ? തേർഡ് കേസ്, മൂന്നാമത്തെ കേസ്, അവസാനത്തെ കേസാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അവൻ വരുന്ന നേരെ ഒപ്റ്റിക് സെന്ററിലോട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു മാറ്റവും സംഭവിക്കില്ല. അതേ പാതയിൽ അവൻ ഇങ്ങനെ പോകും. പ്രകാശിക അക്ഷത്തിലോട്ടാണെങ്കിൽ ഒരു തരത്തിലും ഡീവിയേഷൻ സംഭവിക്കില്ല, പാതയിൽ ഒരു വ്യതിയാനം സംഭവിക്കില്ല. അതേ പാതയിലൂടെ അവൻ അങ്ങ് തുടർന്നു പോകും. ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയേ ഉള്ളൂ 3 ബേസ് കോൺസെപ്റ്റുകൾ. ഇനി ഇമേജ് ഫോർമേഷനിലോട്ട് കടക്കുന്നു. വസ്തു എവിടെ വെച്ചാലും ഒരേ തരത്തിലാണ് പ്രതിബിംബ രൂപീകരണം ഉണ്ടാവുക. ബേസ് ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നിൽ കൂടുതലില്ല. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ പ്രകാശരശ്മി, ഫസ്റ്റ് ലൈറ്റ് റേ, അവൻ വരുന്നത് സമാന്തരമായിട്ടാണ്, പാരലൽ ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം പാരലലി വരുന്ന ലൈറ്റ് റേയുടെ പ്രത്യേകത എന്താണ് മക്കളെ? അവൻ ഫോക്കസിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെയാണ് അവൻ ഡൈവേർജ് ചെയ്തു പോവുക. അതാ പിടിച്ചോ, ഫോക്കസിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്തു? ഡൈവേർജ് ചെയ്തു പോയി. വേണമെങ്കിൽ ഞാനൊന്ന് നീട്ടി വരയ്ക്കാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവനെ ഒന്ന് നീട്ടിക്കൂടി വരച്ചു വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഫോക്കസിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെയാണ് അവൻ ഡൈവേർജ് ചെയ്തത്. ഈ പോയിന്റ് ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഇമേജ് ഫോർമേഷനിൽ ആക്ച്വലി ഈ പോയിന്റ് വരച്ചാൽ നല്ലതാണ്, ഇങ്ങനൊരു നീട്ടി വരച്ചാൽ നല്ലതാണ്. കാരണം നമുക്കിത് പ്രോപ്പർലി കിട്ടണമെങ്കിൽ ഇതിന്റെ ആവശ്യകതയുണ്ട് കേട്ടോ. റെഡി? ഫോക്കസ് എന്ന് വരയ്ക്കുന്ന പോലെ ഞാൻ അവനെ ഒന്ന് നീട്ടി വരച്ചു. സോ ഈ രീതിയിലാണ് അവൻ എന്ത് ചെയ്യുക? ഡൈവേർജ് ചെയ്ത് പോവുക. രണ്ടാമത്തെ പ്രകാശരശ്മിയെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അല്ലെ? എങ്ങനെയാണ് മക്കളെ രണ്ടാമത്തെ പ്രകാശരശ്മി പോവുക? അവൻ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. പ്രകാശിക അക്ഷത്തിലൂടെയാണ് അവൻ കടന്നു പോവുക, ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ അവന്റെ പാതയിൽ ഒരു വ്യതിയാനവും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഈ 2 ലൈറ്റ് റേസും അകന്നു പോകുന്ന പ്രകാശരശ്മികളാണ്. ഞാൻ ഇവിടെ നിന്ന് എന്റെ ഉണ്ട കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഈ 2 ലൈറ്റ് റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ ഇല്ലേ? നോക്കടാ, ഈ 2 ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ ഇല്ലേ? ഉണ്ട്. യെസ്, ഒരു കോമൺ പോയിന്റ് നിന്ന് വരുന്ന പോലെയുണ്ട്. ഏതാണ് ആ പോയിന്റ്? ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റ് നിന്ന് വരുന്ന പോലെയുണ്ട്. സോ ആ പോയിന്റിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക?
നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ദിസ് ഈസ് അവർ ഇമേജ്. ഇതാണ് നമ്മുടെ പ്രതിബിംബം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഈ ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമുക്കറിയാം, അത് ഇടതുഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡാണ് ഉണ്ടായിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഉണ്ടായ ഇമേജുകൾ എന്താണ് മക്കളെ? അത് ഉറപ്പായും വെർച്വൽ ഇമേജുകളാണ്, ഇറക്റ്റ് ഇമേജുകളാണ്, മിഥ്യാപ്രതിബിംബങ്ങളാണ്, നിവർന്ന പ്രതിബിംബങ്ങളാണ് എന്ന കാര്യം മനസ്സിലാക്കാലോ. ഇത്രയേ ഉള്ളടാ, സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡായി ചിത്രം നൽകിയിട്ടുണ്ട്. ശരിക്കുള്ള ഫീച്ചേഴ്സ് നോക്കടാ. അത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, മിഥ്യയാണ്, നിവർന്നതാണ്, വേണമെങ്കിൽ സ്മോൾ ആണ് എന്ന് കൂടി നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ ഇമേജ് ഫോർമേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. മറ്റൊരു സംശയം പല കുട്ടികൾക്കും, സാർ മെഷർമെന്റുകൾ എങ്ങനെയാണ് എടുക്കുക? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 സെന്റിമീറ്റർ, ഇത് ഒരു 1.5 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? ഒപ്റ്റിക് സെന്ററിന് F വരെ ഒരു 1.5 സെന്റിമീറ്റർ, ഇവിടെ നിങ്ങോട്ട് ഒരു 1.5 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 2 ആ രീതിയിൽ എടുക്കുക കേട്ടോ. രണ്ടും ഒരേ ദൂരമായിരിക്കണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ആയിട്ട് അണ്ണൻ എന്തായാലും വരുന്നുണ്ട്. സോ ഗൈസ്, അടിപൊളിയായിട്ട് പഠിക്കുക, ഫിസിക്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ചെയ്യുക, ഉഷാറാക്കാം കേട്ടോ.